രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ആശാ വർക്കർമാർക്കും അങ്കണവാടി ഹെൽപ്പർമാർക്കും ആശ്വാസം. പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചത്. ആശാ വർക്കർമാരെയും അംഗനവാടി ഹെൽപ്പർമാരെയും ചേർത്ത് പിടിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ 6ാമത്തേതും അവസാനത്തേതുമായ ബജറ്റ്. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിലും 500 രൂപയുടെ വർധനവ് വരുത്തും. അതോടൊപ്പം ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയും സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ 25 രൂപയും വർദ്ധിപ്പിക്കും. സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനവും 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 2026-27 വർഷത്തേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 14,500 കോടി രൂപ വകയിരുത്തുമെന്നും മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതേസമയം 48,883.83 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷനായി നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 62 ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ എല്ലാ മാസവും 2,000 രൂപ നൽകിയെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയ സാഹചര്യത്തിലും പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ സംസ്ഥാന വിഹിതമായി അധികം അനുവദിച്ചെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക സർക്കാരുകളിലെ മുൻ ജനപ്രതിനിധികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026-27 വർഷത്തിലേക്ക് 250 കോടി രൂപ സമാഹരിക്കും. പദ്ധതിയിലേക്ക് പ്രാദേശിക സർക്കാരിനും പണമടയ്ക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.